നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഞാൻ അലീന, തിരുവനന്തപുരം CSI ധനുവച്ചപുരം സഭാംഗമാണ്. ജോണി ത്രൂ ദ സാംസിന്റെ 167 ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനങ്ങൾ 94 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളാണ്. സങ്കീർത്തനക്കാരൻ ഈ സങ്കീർത്തനത്തിൽ പറയുന്നത്, ദുഷ്ടന്മാർ എത്രത്തോളം ഘോഷിച്ചുല്ലസിക്കും. നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടാകും എന്നെനിക്ക് ഉറപ്പുണ്ട്. തിരുവെഴുത്തുകളിൽ ഈ വികാരം പല പ്രാവശ്യം പ്രകടിപ്പിച്ച് കാണുവാൻ കഴിയും. ദൈവത്തിന്റെ വലിയ വിശുദ്ധന്മാർ പലപ്പോഴും ഇങ്ങനെ കരഞ്ഞിട്ടുണ്ട്. കർത്താവെ എത്രത്തോളം. ദാവീദിനെ ശൗൽ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദാവീദ് അനേകം പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, നീ വാഗ്ദത്തം ചെയ്ത സിംഹാസനം ലഭിപ്പാൻ ഇനി എത്ര കാലം. സങ്കീർത്തനക്കാരൻ പറയുന്നത് ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ട് എന്നാണ്. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നു, നമ്മുടെ ആവശ്യങ്ങൾ കാണുന്നു. എന്താണ് സംഭവിക്കുന്നത് ദൈവത്തിന് കൃത്യമായി അറിയാം. ദുഷ്ടന്മാർ വിചാരിക്കുന്നത് എല്ലാം അവരുടെ നിയന്ത്രണത്തിലാണെന്ന്. യഹോവ കാണുകയില്ല എന്നും യാക്കോബിന്റെ ദൈവം ഗ്രഹിക്കയില്ല എന്നും അവർ പറയുന്നു. ഞങ്ങൾ ചെയ്യുന്നതൊന്നും ദൈവത്തിന് കാണുവാൻ സാധിക്കയില്ല, ദൈവമൊന്നും ചെയ്യാൻ പോകുന്നില്ല. ദുഷ്ടന്മാരുടെ തെറ്റായ വിശ്വാസം ഇതാണ്. എന്നാൽ സങ്കീർത്തനക്കാരൻ ഇത് യുക്തിപൂർവമായ ഉത്തരം നൽകുന്നു. ചെവിയെ നട്ടവൻ കേൾക്കയില്ലയോ? കണ്ണിനെ നിർമ്മിച്ചവൻ കാണുകയില്ലയോ? ജാതികളെ ശിക്ഷിക്കുന്നവൻ ശാസിക്കയില്ലയോ? അവർ മനുഷ്യർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കയില്ലയോ? ഈ ലോകത്തിൽ എന്ത് നടക്കുന്നു എന്ന് അവൻ കാണുന്നു. തൻ്റെ സ്വന്തം ജനത്തിന്റെ കരച്ചിൽ അവൻ കേൾക്കുന്നു. അച്ചടക്കം വേണ്ടവരെ അവൻ അച്ചടക്ം പഠിപ്പിക്കുന്നു. തീർച്ചയായും നമ്മുടെ സ്വഭാവ കാര്യങ്ങൾ നിയന്ത്രണം നമ്മളുടെ കയ്യിൽ ആകുക എന്നതാണ്. മോശയെ ഈ രീതിയിൽ ഒന്ന് പരീക്ഷിച്ചു നോക്കി. തന്മൂലം ദൈവത്തിന്റെ സമയത്തെയും രീതികളെയും ആശ്രയിക്കുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കുവാൻ മോശയെ ദൈവം 40 വർഷം മരുഭൂമിയിലേക്ക് അയച്ചു. എത്രത്തോളം ദൈവമേ എത്രത്തോളം എന്ന് കരയുമ്പോൾ ദൈവത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സാഹചര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവുള്ളതുപോലെ അഥവാ അതിലും കൂടുതൽ ദൈവത്തിനറിയാം എന്നോർക്കുക. അവനെ കാത്തിരിക്കുക, അവനിലേക്ക് നോക്കുക, പ്രാർത്ഥിക്കുക. അവൻ തന്റെ വാഗ്ദത്തം പാലിക്കുകയും എന്നറിയിച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളായിരിക്കുന്നു. ഈ സങ്കീർത്തന ഭാഗങ്ങളുടെ നാം ധ്യാനിച്ചതുപോലെ നമുക്ക് കഷ്ടങ്ങൾ വന്നാലും അതൊക്കെ കാക്കുകയും കാണുകയും അറിയുകയും പരിഹരിക്കുകയും ചെയ്യുന്ന ദൈവം നമ്മോട് കൂടെയുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ നമ്മെ സഹായിക്കണമേ. ആമേൻ.